മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ ചെരുപ്പിനടിയിൽ ഇത്തിരി കുതിരച്ചാണകമായതുകൊണ്ട് ഒരു സമൂഹം ഒന്നിച്ച് ഇസ്ലാമിലേക്ക് വന്നത്. നോക്കുങ്ങൾ അവരുടെയൊക്കെ ഒരു ഈമാനിന്റെ വൈഭവം. മഹാനുഭാവന്റെ ചെരുപ്പിനടിയിൽ പച്ച ചാണകം പറ്റിപ്പിടിച്ചു. സ്വാഭാവികമായും അത് കുടഞ്ഞു കളയും. അദ്ദേഹം അങ്ങനെ തന്നെ ചെയ്തു. പക്ഷെ ഇത്തിരി അടുത്തുള്ള ഒരു മജൂസിയുടെ അഗ്നി ആരാധകന്റെ വീട്ടിന്റെ മതിലിൽ പറ്റിപ്പിടിച്ചു. അത് ചുരണ്ടിക്കളഞ്ഞു അദ്ദേഹം, മഹാനുഭാവൻ. അത് ചുരണ്ടിക്കളഞ്ഞു. കാരണം അങ്ങനെ അദ്ദേഹത്തിന്റെ മതില് മലിനമാക്കിയിട്ട് പോകാൻ പാടില്ല. പക്ഷെ ഒന്ന് സംഭവിച്ചു, ആ ചാണകം ചുരണ്ടിക്കളഞ്ഞപ്പോ കുറെ മണൽ കൂടെ വീടുപോയി. ഉടനെ തന്നെ തന്റെ ഒരു സഹായിയെ വിളിച്ചിട്ട് പറഞ്ഞയച്ചു, അദ്ദേഹത്തോട് ഒന്ന് വരാൻ പറയും. യാദൃച്ഛികമാവാം ഈ മനുഷ്യൻ മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളിൽ നിന്ന് കുറെ പൈസ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതെ മുങ്ങി നടക്കുന്ന ആളായിരുന്നു. അബൂ ഹനീഫ ഇമാം പരിവാര സമരം വന്നിട്ട് അതൊക്കെ പിടിച്ചെടുത്ത് വാങ്ങാനാണ് വന്നത് എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. ഭയന്ന് വളരെ വിഷമിച്ച അയാൾ അബൂ ഹനീഫ ഇമാമിനെ സമീപിച്ചു. അബൂ ഹനീഫ ഇമാം പറഞ്ഞു, അത് നമുക്ക് പിന്നെ കണക്ക് കൂട്ടാം. ഇപ്പൊ ഞാൻ വിളിച്ചത് നിന്റെ മതിലിൽ നിന്ന് ഇത്തിരി മണൽത്തരികൾ ഞാൻ ഈ ഒട്ടകച്ചാണകം ചുരണ്ടിക്കളഞ്ഞപ്പോ വീണുപോയിട്ടുണ്ട്, അതിന് എനിക്ക് പൊരുത്തപ്പെട്ടു തരണം എന്ന് പറയാനാണ്. ഈ ഒരു വിശാലതയിലേക്ക് എങ്ങനെയാണ് ഈ വലിയ വലിയ പണ്ഡിതന്മാരെത്തുന്നത്? ഇൽമിന്റെ പിന്തുണ കൊണ്ട്, ദീനിനോടുള്ള മഹബത്ത് കൊണ്ട്, മുത്തറസൂലിനെ അനുധാവനം ചെയ്യാനുള്ള അദമ്യമായ മോഹം കൊണ്ട്. എത്ര നമ്മൾ കാണുന്നുണ്ട് റസൂലുള്ളാഹി തങ്ങളിൽ ഇങ്ങനെയൊക്കെ. ജൂതൻ ശക്തമായി പിടിച്ചു വലിച്ചിട്ട് അവിടുത്തെ ഷോൾഡറിൽ ഈ കട്ടിയുള്ള കമ്പിളിപ്പൊതപ്പിന്റെ വര വീണിട്ട് മുറിവ് വരുന്നുണ്ട്. അക്ഷോഭിനായ റസൂലുള്ളാഹി തങ്ങൾ ആ ജൂതനെ യാത്ര അയക്കുകയാണ്. അല്ലാതെ നാലാളെ വിളിച്ചിട്ട് രണ്ട് കൊടുക്കിടാന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയെങ്കിലും റസൂൽ തങ്ങളെ ഒന്ന് തോപ്പിക്കണം എന്ന് കരുതിയിട്ട് ഒരു ജൂതൻ രാപ്പാർക്കാൻ വരുന്നു. റസൂൽ എഴുന്നേൽക്കുന്നതിന്റെ മുമ്പേ അദ്ദേഹം റസൂൽ തങ്ങളുടെ വീട് വിസർജിച്ച് ആകെ തേച്ച് മലിനമാക്കി രക്ഷപ്പെടുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. കുറെ കഴിഞ്ഞ് നബി എഴുന്നേറ്റ് വരുമ്പോണ്ടാക്കുന്ന ആ ഒരു പ്രത്യേകമായ മാനക്കേടും ആ ഒരു ജാളിയൊക്കെ കണ്ടെന്ന് ആസ്വദിക്കാൻ വേണ്ടി ഇയാൾ പാത്തും പതുങ്ങിയും മെല്ലെ വന്ന് അവിടെ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നു. ആ സമയത്ത് ഇയാൾ കാണുന്നത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് ഇതൊക്കെ വെള്ളം ഉപയോഗിച്ച് കഴുകി തുടച്ച് വൃത്തിയാക്കുന്നതാണ്. ഒരു സഹായിയെ പോലും വിളിച്ചിട്ടില്ല. ഒരു സഹായിയെ പോലും വിളിച്ചിട്ടില്ല. ഇത് കാണുന്ന മനുഷ്യന് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ആള് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. വല്ലദീന ജാഹദൂ ഫീന ലനഹ്ദിയന്നഹും സുബുലനാ. നമ്മൾ നേരത്തെ ഓതിയിട്ടുണ്ട് സൂറത്തുൽ അറാഫിൽ നിന്ന്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സേവനം ചെയ്യുന്നവർക്ക് അള്ളാഹു വലിയ സൗകര്യങ്ങൾ ചെയ്യും. അള്ളാഹുവിലേക്ക് എത്താൻ, പടച്ച റബ്ബിനെ നേരാമണ്ണം മനസ്സിലാക്കാൻ, അങ്ങനെ റബ്ബിന്റെ ലിഖാഉം പ്രതീക്ഷിച്ചിട്ട് സ്വർഗത്തിലേക്ക് നീങ്ങാൻ. ഇത് നേടിയെടുത്തവരാണ് മഹാന്മാർ.